ജീവശ്രീ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ ഫണ്ണൊക്കെ ഒന്ന് പറയും? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ അവിടെ ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ ഫൺ മൊമെന്റ്സ് ഒക്കെ ഒന്ന് പറയും? ലൊക്കേഷനിൽ ഇപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് ഗൗതം ഇവർ രണ്ടും ഞങ്ങളൊരു പ്രോജക്റ്റുമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നതും ഗൗതം ഹരിസാറിനെ പരിചയപ്പെടുത്തിയതും. അച്ഛനാണ്, പിന്നെ ഒരു ഡയറക്ടറുമാണ്. നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ ഹരിസാറിനെ ഡയറക്റ്റ് വന്ന് കണ്ടു, സംസാരിച്ചു. അപ്പോൾ സാറ് എന്നെ ഇതിലേക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾക്കൊരു ഒരു ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു. ആ ഡേറ്റിൽ അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ വന്നപ്പോഴാണ് എനിക്കറിയാവുന്ന ഈ 2 പേരെ മാത്രമേ, ഹരിസാറിനെ മാത്രമേ അറിയാവുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. എല്ലാവരെയും പരിചയപ്പെട്ടു. ഈ ക്യാമ്പ് കഴിഞ്ഞു, പിന്നെ ഷൂട്ട് തുടങ്ങി. ഏകദേശം ഒരു 34 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഈ ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും ദിവസം തന്നെ ആയിരുന്നു. അതിനകത്ത് ലണ്ടനിലെ സിനിമാ ഭ്രാന്തോണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന ഓനും പണ്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞത് ഓനെ ഓളെടുത്ത് വിട്ടു നിന്നപ്പോൾ അവന് ശരിക്കും എന്ത് ഒരു ആശ്വാസം സന്തോഷം കിട്ടും. അതാണ് സംഘടന, അതാണ് പറഞ്ഞത്. എന്നോട് മുഖത്ത് കാണൂല, ഒരു പ്രസാദം കുറവുണ്ട്. അല്ല, അത് നിസാർക്ക് പറഞ്ഞു കറക്റ്റ്. എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത്, ഗൗതമേ, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ഇനി ഒരു പടം കൂടി അടുത്ത് ചെയ്യാൻ പെട്ടെന്ന് പ്ലാനിങ് ഉണ്ടോ? ഞാനെന്നാ പോണ്ടല്ലോ, അല്ലേ ഇവിടെ തന്നെ നിന്നോട്ടെ, അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അല്ല, അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു. മാത്രമല്ല എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നതിനൊരു വ്യത്യസ്തമായ പേരാണ്. മത്തായി എന്ന് പറയുന്നൊരു ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. സിനിമയിൽ അത്യാവശ്യം നല്ലൊരു വേഷമായിരുന്നു ചെയ്തത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ ശരിക്കും ഈ 34 ദിവസവും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഞാനവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ ഷൂട്ടിങ് സത്യം പറഞ്ഞാൽ എല്ലാവരും, സാറും പ്രൊഡ്യൂസറും ഒക്കെ ഇത് ഷൂട്ട് എങ്ങനെയെങ്കിലും തീർക്കണം, പെട്ടെന്ന് തീർക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ഷൂട്ട് ഡേറ്റ്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഉറക്കം എണീറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട്, ദൈവമേ ഷൂട്ട് ഇപ്പോഴെങ്കിലും തീരല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതായിരുന്നു. എല്ലാവർക്കും തീരണമെന്നായിരുന്നു, പക്ഷേ എനിക്ക് തീരല്ലേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു. കുറച്ച് ദിവസം മുമ്പോട്ട് പോകണമെന്നുള്ള രീതിയായിരുന്നു. ശരിക്കും അതിൽ നമ്മൾ കഥാപാത്രത്തിന് പറഞ്ഞല്ലോ, ഞാൻ മത്തായിനെ മാത്രമല്ല, ഇപ്പോഴും മത്തായി എന്നുള്ള ജീവാശ്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോർമലായി പോവാണ്. ജീവാശ്രീ ഒന്നും വരില്ല, മത്തായിനെ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. മത്തായി എന്നുള്ള ക്യാരക്ടർ മത്തായി തന്നെ വിളിക്കും. സെറ്റിൽ പലർക്കും എൻ്റെ പേര് അറിഞ്ഞുകൂടാ, യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഓർഡർ കൊടുത്തിരിക്കുന്നത് 5:45 ലൊക്കേഷനിൽ ഉണ്ടാവണം. കാരണം അതൊരു എല്ലാവരും ഉണ്ടാവണം, എന്നാലേ നമുക്കതുള്ളൂ പഠിക്കണം. ഞങ്ങൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ 5:45 വന്നു കഴിഞ്ഞാൽ തപ്പണം നമ്മൾ ഓരോരുത്തരെയും. കാരണം ഇവിടെ വന്ന് കിടന്നുറങ്ങുകയാണ്. മത്തായി ഉറക്കമില്ലാത്ത സമയമില്ല. മത്തായി അവിടെ കിടന്ന് ലണ്ടൻ ടൈം വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല, അതാ ക്യാരക്ടറായിട്ട് ജീവിക്കണം. മത്തായി കിടക്കണം.